ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കർദാസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കാൻ പോകുകയാണ്. ഈ കേസിൽ ശങ്കർദാസിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഴുവൻ പ്രതികളും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ്. കാരണം ഇതുവരെ SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടുമില്ല. മനോജ് കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. മനോജ്, ഇതുവരെ മുഴുവൻ പ്രതികളും പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായ ജാമ്യം ലഭിക്കുന്നതാണ്. കാരണം നമുക്കറിയാം SIT ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിലാണ് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. അപ്പോൾ ശങ്കർദാസ് കൂടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളം മാസങ്ങൾ ചർച്ച ചെയ്ത ഈ കേസിലെ മുഴുവൻ പ്രതികളും പുറത്താകുകയാണ്. അങ്ങനെ വേണമല്ലോ മനസ്സിലാക്കാൻ. തീർച്ചയായും ഇനി KP ശങ്കർദാസ് മാത്രമാണ് ജയിലിനുള്ളിലുള്ളത്. ഈ ശങ്കർദാസിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയാകുന്നതിനെ തുടർന്നാണ് ഈ സ്വാഭാവിക ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ജനുവരിയിലാണ് ശങ്കർദാസിനെ SIT അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും തുടർന്ന് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുന്നതും. KP ശങ്കർദാസ് ദേവസ്വം ബോർഡിലെ മുൻ അംഗമാണ്. പത്മകുമാർ പ്രസിഡന്റായിരുന്ന ദേവസ്വം ബോർഡിൽ KP ശങ്കർദാസും ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ചില ബന്ധങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ ഹൈക്കോടതി അത് ചോദ്യം ചെയ്തിരുന്നു. പിന്നീടാണ് ഈ KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നെങ്കിലും ജാമ്യം അനുവദിച്ചിരുന്നില്ല. പക്ഷേ അതിനുശേഷം അതായത് SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ പ്രതികളും ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ഇറങ്ങിയത് N വിജയകുമാറാണ്. നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അംഗമാണ്. അതായത് 2 പ്രതികൾ മാത്രമേ, അതായത് കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തന്ത്രിയും അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിന് മാത്രമാണ് സ്വാഭാവിക ജാമ്യം അല്ലാതെ കോടതി ജാമ്യം അനുവദിക്കുന്നത്. ഈ തെളിവുകളുടെ അഭാവത്തിലാണ് ജാമ്യം അനുവദിക്കുന്നത്. അതേസമയം തന്നെ SITയുടെ ഒരു വീഴ്ച എന്ന് തന്നെ പറയാം. ഇതുവരെയും ഒരു നടപടിക്രമങ്ങളും, അതായത് ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ചു കിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇനി ശങ്കർദാസ് ആണ് ഈ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് കോടതി ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും പ്രതിയാണ് KP ശങ്കർദാസ്. ശങ്കർദാസിന് കൂടെ ജാമ്യം അനുവദിച്ചു കിട്ടിയാൽ സ്വാഭാവികമായും എല്ലാ പ്രതികളും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും SITയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഏത് തലത്തിലേക്കാണ് പോയത് എന്നതിനെക്കുറിച്ച് കൃത്യമായും പൊതുജനങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് SITയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. അത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അതിനുശേഷമാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. എന്തായാലും ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച നടത്തിയ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ഇപ്പോൾ ജയിലിന് പുറത്താണ് എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന നൽകുന്നതാണ്. കാരണം ഇത്രയധികം കൊള്ള നടത്തിയ പ്രതികൾ ജയിലിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനി അവസാന പ്രതിയും പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. എങ്ങോട്ടാണ് ഈ അന്വേഷണം പോകുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായും ഒരു വിലയിരുത്തൽ നടത്താൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടി SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും പരിശോധനകളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ട് പോവുകയാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിയായിട്ടുള്ള KP ശങ്കർദാസിന്റെ സ്വാഭാവിക ജാമ്യ ഹർജിയാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. ഇന്ന് പരിഗണിച്ച ശേഷം ചിലപ്പോൾ അടുത്ത ദിവസത്തേക്ക് അത് മാറ്റിവെക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വിധി പറയാൻ വേണ്ടിയിട്ട് മറ്റൊരു സമയം വയ്ക്കുന്നതായിരിക്കും. എന്തായാലും സ്വാഭാവിക ജാമ്യം കിട്ടും എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഓക്കെ മനോജ്, എന്തായാലും ശങ്കർദാസ് കൂടി ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏറെ ചർച്ച ചെയ്ത ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഴുവൻ പ്രതികളും പുറത്തിറങ്ങുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നതാണ്. അതിനാൽ തന്നെ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും കോടതിക്ക് പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടി വരും. അതിനാൽ ശങ്കർദാസ് ഇന്ന് ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങാനാണ് സാധ്യത. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും ശങ്കർദാസ് പ്രതിയാണ്. മനോജാണ് വിവരങ്ങളുമായി ചേർന്നത്.